സാബി അലോൺസോ റയൽ മാഡ്രിഡ് വിട്ടതിനെ കുറിച്ചുള്ള റൂമേഴ്സ് ഇങ്ങനെ കാര്യമായിട്ട് എയറിൽ പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു 3 റൂമേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. സോ അതാണ് ഈ കണ്ടന്റ്. ആൻഡ് നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എംബാപ്പെ തന്നെയാണ് കേട്ടോ. ഫൈനൽ കഴിഞ്ഞ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാത്തതിൻ്റെ വിഷയവും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൂമേഴ്സ് പൊക്കോണ്ടിരിക്കുന്നത് അതിനെ പറ്റിയാണ്. സ്വാഭാവികമായിട്ടും ഈ വീഡിയോയുടെ താഴെയും കമന്റിൽ വരും വെറുതെ എംബാപ്പയെ കുറ്റം പറയാതടാ എന്നുള്ളത്. പക്ഷേ എംബാപ്പയുടെയും PSG-യുടെയും ചരിത്രം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കോച്ചുമാരുടെയും സാക്കിങ്ങിലും അല്ലെങ്കിൽ അവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള പടിയിറക്കത്തിലും എംബാപ്പയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എപ്പോഴും സംസാരിക്കപ്പെടുന്നതാണ്. അതിപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് അത് സാബി അലോൺസോ ഞാൻ ഇതാണ് കാരണം എന്ന് പറയാതെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് പഴയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഒത്തിരി പഴയതൊന്നുമല്ല കേട്ടോ. ബെയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, It's not the same as managing Bayer Leverkusen. You have to manage egos, players, all that kinds of stuff. അതായത് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടാക്റ്റിക്കൽ ബ്രില്യൻസിനോ കോച്ചിനോ ഒന്നും അല്ല ഇമ്പോർട്ടൻസ്, അവിടെ പ്ലെയേഴ്സിനാണ്. അതിനെ മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളിടത്താണ് അവർ സക്സസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. അതൊരു പരിധി വരേക്കും അല്ല, ഒരു വലിയ പരിധി വരേക്കും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുമാവാം ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിനൊട്ടും സാധ്യത ഞാൻ കൽപ്പിക്കുന്നില്ല. കാര്യം പലരും ഇതൊരു കർമ്മയാണെന്നും അതുപോലെ തന്നെ എസ്പെഷ്യലി FC ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലാ പോർട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്ക് മുമ്പായിട്ട് റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഈ നെഗ്രേര കേസും അതുപോലെ തന്നെ അലവേര സംഭവങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് പൊക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ മ്യൂച്വൽ ടേംസും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെഫറിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ക്ലബ്ബ് മറ്റൊരു ക്ലബിനെതിരെ, അതും എസ്പെഷ്യലി ഇവർ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ക്ലബിൻ്റെ മുമ്പിൽ പോയി തോൽക്കുക എന്ന് പറയുമ്പോൾ, അതും ഒരു ഫൈനലിൽ തോൽക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടാവുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ സാബി അലോൺസോയുടെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഹാൻസി ഫ്ലിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ 34 മത്സരത്തിലും സാബി അലോൺസോയും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഏകദേശം സെയിം റിസൾട്ട്സ് തന്നെയാണ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഒരു ക്ലബിന് ഇമ്പോർട്ടൻറ്റ് ഫിലോസഫിയും ഫുട്ബോളും ആവുമ്പോൾ മറ്റൊരു ക്ലബിന് പ്ലേയേഴ്സ് ആവുന്നതിൻ്റെ ഒരു മാറ്റവും ആയിരിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് റൂമേഴ്സ് എയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് കറോ.